भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ നവതിതമോऽധ്യായ. ശ്രീശുക ഉവാച. സുഖം സ്വപുര്യാം നിവസദ്വാരകായാം ശ്രിയപ്പതി സർവസമ്പൽസമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈ സ്ത്രീഭിശ്ചോത്തമവേഷോഭിർനവയൗവനകാന്തിഭിः കന്ദുകാദിഭിർഹർമ്മ്യേഷു ക്രീഡന്തീഭിസ്തടിദ്യുഭിः നിത്യം സങ്കുലമാർഗായാം മദച്യുദ്ഭിദ്മദംഗജൈ സ്വലംകൃതൈഭടൈരശ്വൈരഥൈശ്ച കനകോജ്വലൈ ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമരാജിഷു നിർവിശൽ ഭൃംഗവിഹഗൈർനാദിതായാം സമന്തത രേമേ ഷോഡശസാഹസ്രപത്നീനാമേകവല്ലഭ താവദ്വിചിത്രരൂപോऽസൗ തദ്ഗേഹേഷു മഹർദ്ദിഷു പ്രോദ്ഭുല്ലോൽപലകൽഹാരകുമുദാംഭോജരേണുഭിः വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച വിജഹാര വിഗാഹ്യാംഭോ ഹൃദിനീഷു മഹോദയാ കുചകുങ്കുമലിപ്താംഗാ പരിരബ്ധശ്ച യോഷിതാം ഉപഗീയമാനോ ഗന്ധർവൈർമൃദംഗപണവാനകാൻ വാതയദ്ഭിർമുദാ വീണാം സൂതമാഗധവന്ദിഭിः ശിച്യമാനോച്യുതസ്താഭിർഹസന്തീഭിः സ്മരേചകൈ പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷിഭിർയക്ഷരാടിവ താ ക്ലിന്നവസ്ത്രവിവൃതോരുകുചപ്രദേശാ സിഞ്ചന്ത്യൗദ്ധൃതബൃഹത്കവരപ്രസൂനാ കാന്തം സ്മരേചകജിഹീർഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദനാ വിരേജു കൃഷ്ണസ്തു തത്സ്തനവിഷജ്ജിതകുങ്കുമസ്രക് ക്രീഡാഭിഷംഗധുതകുന്തളവൃന്ദബന്ധ സിഞ്ചൻ മുഹുർയുവതിഭിः പ്രതിഷിച്യമാനോ രേമേ കരേണുഭിരിവേ ഭവതി പരീത നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച സ്ത്രിയ കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈ നർമ്മക്ഷ്വേളിപരിഷ്വംഗൈ സ്ത്രീണാം കില ഹൃദാധിയാ ഊചുർമുകുന്ദൈകധിയോ ഗിര ഉന്മത്തവജ്ജഡം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനി മേ ഗദത ശൃണു महिष्य ऊचु कुररिविलपसि त्वं वीतनिद्रानशेषे स्वपिति जगति रात्र्यामीश्वरो गुप्तबोधा वयमिव सखि कच्चिल् गाढनिर्भिन्नचेता नलिननयनहासोदारलीलेक्षितेन नेत्रे निमीलेसि नक्तमदृष्टबन्धुस्त्वं रोरवीषि करुणं बदचक्रवागी दास्यं गदा
വയമിവാച്യുതപാദജുഷ്ടാം കിം വാ സൃജം സ്പൃഹയസേ കബരേണ വോഢും. ഭോ ഭോ സദാ നിഷ്ടനസേ ഉദന്വൻ അലബ്ധനിദ്രോധിഗത പ്രജാഗര. കിം വാ മുകുന്ദാപഹൃതാത്മലാഞ്ഛന പ്രാപ്താം ദശാം ത്വം ച ഗതോ ദുരത്യയാം. ത്വം യക്ഷ്മണാ ബലവതാസി ഗൃഹീത ഇന്ദോ ക്ഷീണസ്തമോന നിജദീധിഭിः ക്ഷിണോഷി. കച്ചിന്മുകുന്ദഗതിതാനി യഥാവയം ത്വം വിസ്മൃത്യ ഭോ സ്ഥഗിതഗീരുപലക്ഷ്യസേന. കിം ത്വാചരിതമസ്മാഭിർമലയാനിലത്തെ പ്രിയം ഗോവിന്ദാപാംഗനിർഭിന്നേ ഹൃദീരേസി ന സ്മരം. മേഘശ്രീമംസ്ത്വമസി ദയിതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബന്ധ. അത്യുത്കണ്ഠ ശബളഹൃദയോസ്മദ്വിധോ ബാഷ്പധാരാ സ്മൃത്വാ സ്മൃത്വാ വിസൃജസി മുഹുർദുഃഖദസ്തൽപ്രസംഗ. പ്രിയരാവപദാനി ഭാഷസേ മൃതഃ സഞ്ജീവകയാനയാ ഗിരാ. കരവാണി കിമദ്യതേ പ്രിയം വദ മേ വൽഗിതകണ്ഠ കോകില. ന ചലസി ന വദസ്യുദാരബുദ്ധേ ക്ഷിതിധര ചിന്തയസേ മഹാന്തമർത്ഥം. അപിബദ വസുദേവനന്ദനാഘ്രിം വയമിവ കാമയസേ സ്തനൈർവിധർത്തും. ശുഷ്യധ്രദാകർഷിതാബദ സിന്ധുപത്ന്യ സംപ്രത്യപാസ്തകമലശ്രിയ ഇഷ്ടഭർത്തു. യദ്വദ്വയം മധുപതേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാ പുരുകർഷിതാസ്മ. ഹംസ സ്വാഗതമാസ്യതാം പിബ പയോ ബ്രൂഹ്യംഗ ശൗരേ കഥാം ദൂതം ത്വാം नु വിദാമ കച്ചിദചിത. സ്വസ്ത്യാസ്ത ഉക്തം പുരാ കിം വാ നശ്ചല സൗഹൃദ സ്മരതി തം. കസ്മാൽ ഭജാമോ വയം ക്ഷൗദ്രാലാപയ കാമദം ശ്രിയമൃതേ സൈവൈകനിഷ്ഠാസ്ത്രിയാം. ഇതീദൃശേന ഭാവേന കൃഷ്ണേ യോഗീശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. ശ്രുതമാത്രോപി യസ്ത്രീണാം പ്രസഹ്യാകർഷതേ മനഃ. ഉരുഗായോരുഗീതോ വാ പശ്യന്തീനാം കുതഃ പുനഃ. യാ സംവര്യചരൻ പ്രേംണാ പാദസംവാഹനാദിഭിः ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാ താസാം കിം വർണ്യതേ തപാ. ഏവം വേദോദിതം ധർമ്മമനുതിഷ്ഠൻ സതാം ഗതി. ഗൃഹം ധർമാർത്ഥകാമാനാം മുഹുശ്ചാദർശയൽപദം. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം. ആസൻ ഷോഡശസാഹസ്രം മഹിഷ്യശ്ച ശതാധികം. താസാം സ്ത്രീരത്നഭൂതാനാമഷ്ടൗ യാ പ്രാഗുദാഹൃതാ. രുക്മിണീ പ്രമുഖാരാജം സ്ഥൽപുത്രാംശ്ചാനുപൂർവശാ. ഏകൈകസ്യാം ദശ ദശ കൃഷ്ണോജീജനദാത്മജാൻ. യാവത്യാത്മനോ ഭാര്യ അമോഘഗതിരീശ്വരാ. തേഷാമുദ്ദാമവീര്യാണാമഷ്ടാദശ മഹാരഥാം. ആസന്നുദാരേഷസസ്തേഷാം നാമാനി മേ ശൃണു. പ്രദ്യുമ്നശ്ചാനിരുദ്ധശ്ച ദീപ്തിമാൻ ഭാനുരേവ ച. സാംബോ മധുർബൃഹദ്ഭാനുശ്ചിത്രഭാനുർവൃകോരുണ. പുഷ്കരോ വേദബാഹുശ്ച ശ്രുതദേവ സുനന്ദന. ചിത്രബാഹുർവിരൂപശ്ച കവിർന്യഗ്രോധ ഏവ ച. ഏതേഷാമപി രാജേന്ദ്ര തനുജാനാം മധുദ്വിഷാ. പ്രദ്യുമ്ന ആസീൽ പ്രഥമ പിതൃവദ് രുക്മിണീസുത. സ രുക്മിണോ ദുഹിതരമുപയേമേ മഹാരഥ. തസ്മാൽ സുതോ അനിരുദ്ധോ ഭൂനാഗായുതബലാന്വിത. സ ചാപി രുക്മിണ പൗത്രീം ദൗഹിത്രോ ജഗൃഹേ തഥാ. വജ്രസ്തസ്യാഭവല്യസ്തു മൗസലാദവശേഷിത. പ്രതിബാഹുരഭൂത്തസ്മാൽ സുബാഹുസ്തസ്യ ചാത്മജാ. സുബാഹോ ശാന്തസേനോ ഭൂശ്രുതസേനസ്തു തൽസുതാ. നഹ്യേതസ്മിൻ കുലേ ജാതാ അധനാ അബഹു പ്രജാ.
അല്പായുഷോൽപവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജജ്ഞിരേ യദുവംശപ്രസൂതാനാം പുംസാം വിഖ്യാതകർമ്മണാം സംഖ്യാ ന ശക്യത്തെ കർത്തുമപി വർഷായുധൈർനൃപ തിസ്രകോട്യസഹസ്രാണാമഷ്ടാശീതിശതാനി ച ആസൻ യദുകുലാചാര്യാ കുമാരാണാമിതി ശ്രുതം സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം യത്രായുധാനാമയുധലക്ഷേണാസ്തേ സ ആഹുക ദേവാസുരാഹവഹതാ ദൈതേയായേ സുദാരുണാ തേ ചോൽപ്പന്നാ മനുഷ്യേഷു പ്രജാ ദൃപ്താ ബബാധിരേ തന്നിഗ്രഹായ ഹരിണാ പ്രോക്താ ദേവായതോ കുലേ അവതീർണാ കുലശതം തേഷാമേകാധികം നൃപ തേഷാം പ്രമാണം ഭഗവാൻ പ്രഭുത്വേനാഭവദ്ധരി യേ ചാനുവർത്തിനസ്തസ്യാ വവൃധു സർവയാദവാം ശയ്യാസനാടനാലാപക്രീഡാസ്നാനാദികർമ്മസു ന വിദു സന്തമാത്മാനം വൃഷ്ണയ കൃഷ്ണചേതസാ തീർത്ഥം ചക്രേ നൃപോനം യദജനിയദുഷു സ്വസരിത്പാദശൗചം വിദ്യുത്സ്നിഗ്ധാ സ്വരൂപം യയുരചിതപരാശ്രീര്യതർത്ഥേന്യയത്ന എന്നാമാമംഗളഘ്നം ശ്രുതമധഗദിതം യൽകൃതോ ഗോത്രധർമ്മ കൃഷ്ണസ്യൈതന്ന ചിത്രം ക്ഷിതിഭരഹരണം കാലചക്രായുധസ്യ ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവരപരിഷത്സ്വൈർദോർഭിരസ്യന്നധർമ്മം സ്ഥിരചരവൃതിനഘ്ന സുസ്മിതശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം ഇദ്ധം പരസ്യ നിജവർമ്മരിരക്ഷയാത്തലീലാതനോസ്തനുരൂപവിഡംബനാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ ശ്രൂയാദമുഷ്യപദയോരനുവൃത്തിമിച്ഛൻ മർത്യസ്തയാനുസവമേധിതയാ മുകുന്ദ ശ്രീമത്കഥാശ്രവണകീർത്തനചിന്തയൈതി തദ്ധാമ ദുസ്തരകൃതാന്തജവാപവർഗം ഗ്രാമാദ്വനം ക്ഷിതിഭുജോപിയയുര്യദർത്ഥാ ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രീകൃഷ്ണചരിതാനുവർണ്ണനം നാമ നവതിതമോऽധ്യായ. സമാപ്തോയം ദശമസ്കന്ധ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാഗവതസ്വരൂപിയായ അനിലപുരേശൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 736 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൻ്റെ സമർപ്പണാധ്യായമായ 90 അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ആ 50 ശ്ലോകങ്ങളെ അനുസ്മരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യത്തെ ചില ശ്ലോകങ്ങൾ ഇന്ന്. ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ മുമ്പിലിരുന്ന് കഥ പറയുന്നു. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, സുഖം സ്വപുര്യാം നിവസദ്വാരകായാം ശ്രിയപ്പതി സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുങ്കവൈ. ശ്രിയപ്പതി ലക്ഷ്മീപതിയായിരിക്കുന്ന വൃഷ്ണിപുങ്കവൈഹി ജുഷ്ടായാം സർവസമ്പൽ സമൃദ്ധായാം ദ്വാരകായാം സ്വപുര്യാം. വൃഷ്ണികുലത്തിൽ ഉദ്ഭവിച്ച ശ്രേഷ്ഠന്മാരാൽ അധിവസിക്കപ്പെട്ടതും എല്ലാ തരത്തിലുള്ള
സമൃദ്ധിയോടും സർവസമ്പൽ സമൃദ്ധിയോടും കൂടിയിട്ടുള്ള ദ്വാരകയിലുള്ള തൻ്റെ രാജധാനിയിൽ സ്വപുര്യാം സുഖം നിവസൽ, വളരെ സുഖമായിട്ട് ഭഗവാൻ താമസിച്ചു. യദുവംശത്തിൻ്റെ അഭിവൃദ്ധി, ശ്രീകൃഷ്ണൻ്റെ മഹിമ, അത് കരതലാമലകം പോലെ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി തൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് എന്ന ഭക്തനോട് പ്രേമഭക്തിയുടെ ആധിക്യത്താൽ കണ്ണുകൾ നിറഞ്ഞും കണ്ഠമിടറിയും പറയുകയാണ്, ഭഗവാൻ സ്വീകരിച്ച ലീലകൾ പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. രുക്മിണിയായി അവതരിച്ച ലക്ഷ്മീദേവി, ആ ഭഗവാൻ ഏകാന്തവല്ലഭനായ ഭഗവാൻ ശ്രീവാസുദേവൻ ഗൃഹസ്ഥാശ്രമികളെ ആനന്ദിപ്പിക്കാൻ ഗൃഹസ്ഥാശ്രമ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സർവസമ്പൽ സമൃദ്ധമായ ദ്വാരകയിൽ ഭഗവാൻ സുഖമായി താമസിക്കുന്നു. സ്ത്രീഭിശ്ചോത്തമവേഷാഭിർ നവയൗവനകാന്തിഭി കന്തുകാദിഭിർഹർമ്യേഷു ക്രീഡന്തീഭിസ്തടിദ്വിഭി. ദ്വാരകാപുരിയുടെ കേമത്തം പറയുകയാണ്. ഉത്തമവേഷാഭി, ഉത്തമമായ വേഷങ്ങളൊക്കെ ധരിച്ച നവയൗവന കാന്തിയോടുകൂടിയ ഹർമ്യേഷു, ആ ആളുകൾ ഹർമ്യങ്ങളിൽ കന്തുകാദിഭി, പന്ത് മുതലായവ കൊണ്ട് ക്രീഡന്തീഭി ക്രീഡിക്കുന്നവരും തടിദ്യുദ്ഭി മിന്നലിൻ്റെ കാന്തിയോടുകൂടിയ കാന്തിയുള്ളവരുമായ സ്ത്രീകളാൽ അലങ്കൃതമാണ്, സേവിക്കപ്പെട്ടതാണ് ശ്രീകൃഷ്ണപുരി, ദ്വാരകാപുരി. ഉത്തമമായ വേഷങ്ങൾ ധരിച്ച് ഓരോ ദിവസവും വിവിധങ്ങളായ പ്രോജ്വലങ്ങളായിരിക്കുന്ന വേഷങ്ങളൊക്കെ ധരിച്ച് അവരൊക്കെ ദേവസുന്ദരികളാണ്, ദേവാംഗനകളുടെ അവതാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൗവനം, കാന്തി ഒക്കെ ചേർന്നിട്ടുള്ള അവർ പന്ത് കളിക്കുകയും പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്ത് എല്ലായിടത്തും അവർ വിദ്യുൽ സൗദാമിനീയഥ എന്നുള്ളത് പോലെ ഒരു മിന്നൽ പിണൽ പോലെ ആ സ്ത്രീകൾ ദ്വാരകയിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയാണ് ശ്രീകൃഷ്ണപുരിയായ ദ്വാരക. നിത്യം സങ്കുലമാർഗായാം മദച്യുദ്ഭിർമദംഗജൈ സ്വലംകൃതൈർഭടൈരശ്വൈ രഥൈശ്ച കനകോജ്വലൈ. മദച്യുദ്ഭി മദംഗജൈ, മദം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മത്തഗജങ്ങൾ, അവരാൽ സ്വലംകൃതൈഹി നന്നായി അലങ്കരിക്കപ്പെട്ട ഭടന്മാർ, അശ്വൈഹി കുതിരകൾ, കനകോജ്വലൈ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന രഥൈ തേരുകൾ. ഇങ്ങനെ നിത്യം സങ്കുലമാർഗായാം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വഴികളോടുകൂടിയതാണെന്ന്. മതജലം പുറപ്പെടുവിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന മത്തഗജങ്ങൾ, നല്ല ഭംഗിയായ വസ്ത്രം ധരിച്ച ഭടന്മാര്, കോപ്പണിഞ്ഞ കുതിരകൾ, സ്വർണമാലകൾ കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട വിശേഷമായിട്ടുള്ള തേരുകൾ. അങ്ങനെ ദ്വാരകാപുരിയുടെ മാർഗങ്ങളും അതീവ സുന്ദരമായിരുന്നു എന്ന് പറയുന്നു. ഉദ്യാനോപവനാഢ്യായാം പുഷ്പിതദ്രുമജാ രാജിഭി നിർവിശ ഭൃംഗവിഹഗൈർ നാദിതായാം സമന്തത. ഉദ്യാനോപവനാഢ്യായാം, ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ എന്നിവ കൊണ്ട് ആഢ്യഭാവത്തിലേക്ക് ശ്രേഷ്ഠമായി, പുഷ്പിതദ്രുമരാജിഷു പുഷ്പമുള്ള ദ്രുമങ്ങൾ, വൃക്ഷനിരകളിൽ, നിർവിഷഭൃംഗവിഹഗൈ പ്രവേശിക്കുന്ന വണ്ടുകളും അതുപോലെ പക്ഷികളും, സമന്തത നാലു ഭാഗത്തും നാദിതായാം നാദം പുറപ്പെടുവിക്കുന്നു, ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷികളുടെ കൂജനങ്ങൾ, അതേപോലെ വണ്ടുകൾ മുരണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അതിമനോഹരമായ കാടുകളിലൊക്കെ ഉള്ള മരങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ പക്ഷികളും വണ്ടുകളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രേമേ ഷോഡശസാഹസ്രപത്നീനാമേകവല്ലഭ താവൽ വിചിത്രരൂപോസൗ തദ്ഗൃഹേഷു മഹർദ്ധിഷു. ഷോഡശസാഹസ്രപത്നീനാം 16,000 ഭാര്യമാരുടെ ഏകവല്ലഭ ഏകനായ ഭർത്താവ്. താവത് വിചിത്ര രൂപ അത്ര തന്നെ വിചിത്രമായ രൂപത്തോടുകൂടിയ അസൗ ഈ ഭഗവാൻ മഹർദ്ധിഷു തദ്ഗൃഹേഷു രേമേ ഏറ്റവും മഹാസമൃദ്ധിയോടുകൂടിയ അവരുടെ ഗൃഹങ്ങളിൽ പലതരത്തിലുള്ള ക്രീഡകളാടി അവരോടുകൂടി രമിച്ചു.
16,000 പത്നിമാർ. അവർക്ക് ഒരേ ഒരു ഭർത്താവാണെങ്കിലും ഭഗവാനും 16,000 സ്വരൂപങ്ങൾ സ്വീകരിച്ചു. അവരുടെ ഗൃഹങ്ങളിൽ അവരോടുകൂടി രമിച്ചു. ശതാധികം എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാം. 16,100 എന്നും ഭാഗവതം പ്രമാണമാണ് എന്ന് ചുരുക്കം. പ്രോത്ഫുല്ലോൽപലകൽഹാര കുമുദാംഭോജരേണുഭി വാസിതാമലതോയേഷു കൂജദ്വിജകുലേഷു ച. പ്രോത്ഫുല്ലോൽപലകൽഹാര കുമുദാംഭോജരേണുഭി. ആ പ്രോത്ഫുല്ലമായ വികസിച്ച ഉൽപ്പലം, കൽഹാരം, കുമുദം, താമര, ഇതിൻ്റെ രേണു, അതിൻ്റെ പൊടികൾ വാസിതാമല തോയേഷു, വാസനയുള്ള നിർമ്മല ജലങ്ങളോട് കൂടിയതാക്കി മാറ്റിയതിനെയൊക്കെ. കൂജദ്വിജകുലേഷു, കൂജതത്വക്കളായിരിക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ, കുളങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന നീലത്താമര, കൽഹാരം, ആമ്പൽ, വെള്ളത്താമര, ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആ പൊടികൾ അത് വെള്ളത്തെ കൂടുതൽ സുഗന്ധമുള്ളതാക്കി മാറ്റി. പൂക്കളുടെ ദളങ്ങളും തണ്ടുകളും കിഴങ്ങുകളും ഒക്കെ കൊത്തി തിന്നാൻ പലതരത്തിലുള്ള പക്ഷികളും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂജനം, ആ പക്ഷിക്കൂട്ടങ്ങളുടെ പലതരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ, ഇങ്ങനെയുള്ള കുളങ്ങൾ ഈ ഓരോ പത്നിമാരുടെയും ഗൃഹത്തിലുണ്ടായിരുന്നു എന്നാണ്. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന, കണ്ണിന് കണ്ടും കാതിന് കേട്ടും മൂക്കിന് ഘ്രാണിച്ചും ഒക്കെ അനുഭവിക്കാൻ പാകത്തിന് സാധന സാമഗ്രികൾ നിറഞ്ഞതായിരുന്നു ഓരോ ഗൃഹങ്ങളും. വിജഹാര വിഗാഹ്യാംഭോഹൃദിനീഷു മഹോദയ കുചകുങ്കുമലിപ്താംഗാ പരിരബ്ധശ്ചയോഷിതാം. മഹോദയ, മഹത്തായ ഉദയത്തോടു കൂടിയവനും, യോഷിതാം കുചകുങ്കുമലിപ്താംഗ, സ്ത്രീകളുടെ കുചത്തിലുള്ള കുങ്കുമം കൊണ്ട് ലേപനം ചെയ്യപ്പെട്ട അംഗങ്ങളോട് കൂടിയവനുമായ ആ ശ്രീകൃഷ്ണൻ. ഹൃദിനീഷു അംബ വിഗാഹ്യ വിജഹാര, കുളത്തിലുള്ള വെള്ളത്തിലേക്ക് പ്രവേശിച്ച് ലീലയാടി. ജലക്രീഡ, ഹേമന്തകാലം, വസന്തകാലം ഒക്കെ, അതേപോലെ ശൈത്യം, ഉഷ്ണം ഉള്ള കാലങ്ങളിൽ നല്ല ചൂട്, ഇപ്പം ചൂടും തണുപ്പുമുള്ള ജലങ്ങൾ നിറയ്ക്കാൻ പാകത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ജല സംഭരണികൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഗൃഹങ്ങളുടെ മുൻഭാഗത്തായിട്ട് നിർമ്മിച്ച ഈ തടാകത്തിലെ ജലത്തിൽ തൻ്റെ 16,000 അല്ലെങ്കിൽ 16,108 ഭാര്യമാരോടുകൂടി ഭഗവാൻ ജലക്രീഡ, അവരെ ഇങ്ങനെ ആലിംഗനം ചെയ്യും. അപ്പോൾ അവരുടെ കുചകുങ്കുമം ഭഗവാന്റെ ദേഹത്ത് പറ്റിപ്പിടിക്കണമെന്നാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ ഭാര്യമാരോടുകൂടി ജലക്രീഡ ചെയ്തു. ഉപഗീയമാനോ ഗന്ധർവൈർ മൃദംഗപണവാനകാൻ വാദയദ്ഭിർമുദാ വീണാം സൂതമാഗധവന്ദിഭി. മൃദംഗപണവാനകാൻ, മൃദംഗം, പണവം, ആനകം തുടങ്ങിയ വാദ്യങ്ങൾ. വീണാം, വീണ. വാദയദ്ഭി, വാദിക്കുന്നവരായിട്ടുള്ള, അല്ലെങ്കിൽ വാദിക്കുക എന്ന് പറഞ്ഞാൽ വാദനം ചെയ്യുക, അതിനെ വേണ്ട പോലെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഗന്ധർവന്മാര്. സൂതമാഗധവന്ദിഭി, സൂതന്മാര്, മാഗധന്മാര്, വന്ദികള്, ഇവരൊക്കെ ഭഗവാന്റെ ലീലകളെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും യോജിച്ച തരത്തിലുള്ള ഗാനങ്ങളും കീർത്തനങ്ങളും വംശവർണ്ണനകളും കൊണ്ട് ശ്രീകൃഷ്ണനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സിച്യമാനോച്യുതസ്താഭിർ ഹസന്തീഭിസ്മരേചകൈ പ്രതിസിഞ്ചൻ വിചിക്രീഡേ യക്ഷിഭിർ യക്ഷരാടിവ. അവിടെ ഹസന്തീഭി, പരിഹസിക്കുന്ന അവരാൽ, രേചകൈ, ജലയന്ത്രങ്ങൾ കൊണ്ട്, ശിച്യമാനഹ, നനയ്ക്കപ്പെട്ടവനായി, പ്രതിസിഞ്ചൻ, തിരിച്ചും അങ്ങോട്ടും നനയ്ക്കുന്ന, അച്യുത, അച്യുതൻ, യക്ഷിഭി യക്ഷരാടിവ, യക്ഷികളോടുകൂടി യക്ഷരാജാവ് എന്നതുപോലെ ക്രീഡിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആരാലും ജയിക്കപ്പെടാത്തവനാണ് ഭഗവാൻ, തൻ്റെ നിലയിൽ നിന്ന് താഴാത്തവനാണ് ഭഗവാൻ. പക്ഷേ ജലക്രീഡയിൽ ഞങ്ങളോട് തോറ്റു എന്ന് ആ പത്നിമാർ പറയുമ്പോൾ ഭഗവാൻ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട്, പരിഹസിച്ചു ചിരിക്കുന്ന സ്ത്രീകൾ, അതിനെ ഭഗവാൻ തിരിച്ച് അതേപോലെ ഈ പീച്ചാങ്കുഴലിലൊക്കെ വെള്ളമെടുത്ത് അവർക്ക് നേരെയും നനയ്ക്കണു. ഏതുപോലെ യക്ഷികളോട് ചേർന്ന യക്ഷരാജാവ് എന്നതുപോലെ ഈ പത്നിമാരോട് ചേർന്ന ഏകവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ഇത്തരത്തിൽ ലീലകൾ ആടിക്കൊണ്ടേയിരിക്കുന്നു.
താ ക്ലിന്നവസ്ത്രവിവൃതോരു കുചപ്രദേശ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹൽകബരപ്രസൂന കാന്തം സ്മരേചകജിഹീർഷയോപഗുഹ്യ ജാതസ്മരോത്സവലസദ്വദന വിരേജു. ക്ലിന്നവസ്ത്രവിവൃതോരു കുചപ്രദേശ, നനഞ്ഞ വസ്ത്രം, അതുകൊണ്ട് ആ കാലിൻ്റെ ഭാഗങ്ങൾ, തുടപ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും, മാറിടം കാണാൻ സാധിക്കും. അങ്ങനെ സിഞ്ചന്ത്യ, സേചനം ചെയ്യുന്നവരായി, ഉദ്ധൃത ബൃഹൽ കബരപ്രസൂന, അഴിഞ്ഞതും നീണ്ടതുമായ തലമുടികളിൽ നിന്ന് വീണ പുഷ്പങ്ങളോടുകൂടിയ താ അവർ രേചകജിഹീരിഷയ, പിച്ചാങ്കുഴലിനെ ആ പിടിക്കാനുള്ള താല്പര്യം കൊണ്ട് കാന്തം ഉപഗുഹ്യ, ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട് ജാതസ്മരോത്സവലസദ്വദന, ജാതനായ സ്മരൻ കാരണമായിട്ടുള്ള ഉത്സവത്താൽ ലസത്തായിരിക്കുന്ന വദനത്തോടു കൂടിയവരായി വിരാജിച്ചു എന്നാണ്. വസ്ത്രങ്ങളൊക്കെ നനഞ്ഞപ്പോൾ അവരുടെ ദേഹ ഭംഗി പുറത്തേക്ക് കാണാറായി എന്നാണ്. അങ്ങനെ അവരുടെ തലമുടികളൊക്കെ അഴിയണു, തലമുടിയിലെ പൂക്കളൊക്കെ താഴേക്ക് വീഴണു. എങ്കിലും അവര് കൃഷ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന പീച്ചാങ്കുഴൽ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കണു. അങ്ങനെ അതിനായി ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭഗവാനെ കെട്ടിപ്പിടിച്ച് നിർത്തുകയാണെന്നുള്ള വ്യാജേന ആലിംഗനം നിമിത്തമുണ്ടായ മന്മഥ വികാരത്തെ അവരുടെ മുഖത്ത് കാണാറായി. ഈ സമയത്തോ കൃഷ്ണനോ തസ്തന വിഷജ്ജിത കുങ്കുമസ്ര ക്രീഡാഭിഷംഗധുത കുന്തളവൃന്ദബന്ധ സിഞ്ചൻ മുഹുർയുവതിഭി പ്രതിഷിച്യമാനോ രേമേ കരേണുഭിരിവേ ഭവതി പരീത. തൽസ്തന വിഷജ്ജിത കുങ്കുമസ്ര, അവരുടെ മാറിടത്തിൽ പറ്റിയ കുങ്കുമത്തോടുകൂടിയ മാല ധരിച്ച, ക്രീഡാഭിഷംഗധുത കുന്തള വൃന്ദബന്ധ, ക്രീഡയിലുള്ള താല്പര്യം കൊണ്ട് അഴിഞ്ഞ തലമുടിക്കെട്ടുകളോടുകൂടിയവനും, മുഹു പിന്നെയും സിഞ്ചൻ സേചനം ചെയ്യുന്നവനും, യുവതിഭി പ്രതിഷിച്യമാന സ്ത്രീകളാൽ പ്രതിഷേധനം ചെയ്യപ്പെടുന്നവനുമായ കൃഷ്ണനോ കരേണുഭി പരീത ഇഭപതി ഇവ, കരേണു എന്ന് പറഞ്ഞ പിടിയാനകളാൽ ചുറ്റപ്പെട്ട ഇഭപതി ഇവ, ഗജപതി ആനരാജാവ് എന്നതുപോലെ രമിച്ചു എന്നാണ്. വെള്ളം തേകി കളിക്കുകയാണ്. അപ്പൊ തലമുടി അഴിഞ്ഞു, പിന്നെയും ഭാര്യമാരുടെ നേരെ വെള്ളം ഒഴിക്കണു ഭഗവാൻ, അവരും പകരം ഇങ്ങോട്ട് ഒഴിക്കണു. അങ്ങനെ പിടിയാനകളോടൊപ്പം കൊമ്പനാന എന്നതുപോലെ ഭഗവാൻ ജലക്രീഡ ചെയ്തു ആ സ്ത്രീകളോടുകൂടി, ഭാര്യമാരോടുകൂടി. നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാം ശ്രീകൃഷ്ണോദാത്തസ്യ ച സ്ത്രീയാ. നടാനാം നർത്തകീനാം, നടന്മാർക്കും നർത്തകികൾക്കും, ഗീതവാദ്യോപജീവിനാം പാട്ടുപാടി വാദ്യങ്ങളൊക്കെ കൊണ്ട് ഉപജീവിക്കുന്നവർക്കും, കൃഷ്ണനും തസ്യ സ്ത്രീയഃ ച ആ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരും, ക്രീഡാലങ്കാരവാസാംസി ക്രീഡാലങ്കാര വസ്തുക്കളെ ദാനം ചെയ്തു എന്നാണ്. പലതരത്തിലുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോൾ ഈ ജലക്രീഡ ചെയ്യുമ്പോൾ അപ്പുറത്തു നിന്ന് പാട്ട് പാടുക, പലതരത്തിലുള്ള വാദ്യങ്ങൾ മുഴക്കമൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ, അവരെയൊക്കെ സന്തോഷിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി അവർക്ക് പലതരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുത്തു. കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാപേക്ഷിതസ്മിതൈ നർമ്മക്ഷ്വേളി പരിഷ്വങ്കൈ സ്ത്രീണാം കില ഹൃതാധിയ. ഇങ്ങനെ വിഹരത കൃഷ്ണസ്യ, ഇങ്ങനെ വിഹരിക്കുന്ന കൃഷ്ണന്റെ ഗത്യാലാപേക്ഷിത സ്മിതൈ, ഗതി ആലാപം ഈക്ഷിതം സ്മിതം, ഇങ്ങനെ ഇതുകൊണ്ട് നർമ്മക്ഷ്വേളി പരിഷ്വങ്കൈ, നേരമ്പോക്ക് കപടമായിട്ടുള്ള വാക്കുകൾ, ആലിംഗനം, ഇതുകൊണ്ടൊക്കെ സ്ത്രീകളുടെ ബുദ്ധികളെ ഭഗവാൻ ഹൃതാകില അപഹരിച്ചു എന്നാണ്. ഇങ്ങനെ ഹർമ്മ്യത്തിലും ജലത്തിലും പൂന്തോട്ടത്തിലും പലതരത്തിലുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ. ഭഗവാന്റെ സംഭാഷണങ്ങൾ, അനുരാഗസൂചകമായിരിക്കുന്ന ഭഗവാന്റെ ഈക്ഷണം, നോട്ടം അല്ലെങ്കിൽ കടാക്ഷം, മന്ദഹാസം, വാക്കുകള് പെട്ടെന്ന് ആരും അറിയാതെ ഓടിച്ചെന്ന് പുറകിലൂടെ പോയി കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ ചുംബിക്കുക, മാറയോട് ചേർത്ത് പിടിക്കുക, ഇങ്ങനെ സ്ത്രീകളുടെ ബുദ്ധികൾ അപഹരിക്കപ്പെട്ടു ഭഗവാനാൽ എന്ന് പറയുന്നു.
പറയുകയാണ്, ഊചുർമുകുന്ദൈകധിയോഗിര ഉന്മത്തവജ്ജടം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനിമേ ഗതതശൃണു. മുകുന്ദൈകധിയ, മുകുന്ദനിൽ മാത്രം ബുദ്ധിയുള്ളവരായ അവർ, ഉന്മത്തവൽ, ഉന്മാദമുള്ളവരെ പോലെ, ജഡം, വിചാരശൂന്യമാകുന്ന തരത്തിൽ താമരക്കണ്ണനെ ചിന്തിക്കുന്നവരായിട്ട്, അരവിന്ദാക്ഷം ചിന്തയന്ത്യ അഗിരഹ, ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു, പിന്നെ പറഞ്ഞു എന്നാണ്. ഗതത മേ താനീ ശൃണു, ആ പറഞ്ഞത് എന്നിൽ നിന്ന് കേട്ടോളൂ എന്നാണ്. അപ്പം ഇത്തരത്തിൽ ശ്രീകൃഷ്ണനിൽ മാത്രം അവർക്ക് ബുദ്ധി ഉറച്ചു കഴിഞ്ഞു എന്നാണ്. ഭ്രാന്തചിത്തകളായി മാറി. നിരന്തരം ഇപ്പോൾ നമ്മൾ പല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതില്ലാതെ ഒരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതേപോലെ ആ ഹരിയാകുന്ന നിത്യലഹരിയിൽ അവർ എല്ലാം മറന്നുപോയി. അങ്ങനെ വന്നപ്പോൾ ശ്രീകൃഷ്ണ വിരഹ ദുഃഖത്തെ അനുഭവിക്കുന്നവരായി മാറിയപ്പോൾ അവർ പലതും പറയാൻ തുടങ്ങി. അവരുടെ ചിന്തകൾ മുഴുവൻ ശ്രീകൃഷ്ണനെ കുറിച്ചായി മാറിയെന്നാണ്. എന്തുകൊണ്ട്? അപ്പോൾ അവരുടെ ചിത്തം വിശ്രാന്തി പ്രാപിച്ചത് ശ്രീകൃഷ്ണനിലായിരുന്നു. ഇപ്പൊ ഭഗവാനെ കാണാതായപ്പോൾ അവർക്ക് വിഷമം വന്നു എന്നാണ്. വൈചിത്ര്യ വിപ്രലംഭം എന്ന ഒരു ഭാവത്തെയാണ് ഇവിടെ സജ്ജനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ പരിണാമം ഭഗവാങ്കലായാൽ അനുഭവം പരമഗതിയാണ്. ഓരോ തരത്തിലായിക്കോട്ടെ. രാഗവൃത്തിയിൽ ആരംഭിച്ച് ചിത്തവൃത്തി സ്വസ്മൃതി പൂർവകം ഭഗവാനെ സ്മരിക്കുന്ന മട്ടിൽ പരിണമിച്ചു. അപ്പം ഇവരുടെ രാഗം ഏതുപോലെ വിത്ത് വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ മുളക്കില്ല, ഇതേപോലെ രണ്ടാമത്തെ ഒരു ജന്മത്തിന് കാരണമാകുന്നില്ല എന്നാണ്. യോഗികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന നിരന്തര ഭഗവത് പ്രേമവൃത്തിയിൽ, നിരന്തരമായ സ്മരണയിൽ, ഹരിസ്മരണയിൽ അവർക്ക് ജന്മസാഫല്യം വന്നു എന്നാണ്. ആ പത്നിമാരുടെ വാക്കുകളാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അത് നാളെ. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു.
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.